രണ്ട് വിഭാഗം ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന സവിശേഷമായ ഒരു വിഷയത്തിലൂടെയാണ് റബ്ബിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലെ രണ്ട് വിഭാഗം ആളുകൾ, രണ്ട് ടൈപ്പ് ആളുകൾ. ഒന്ന്, ജീവിതത്തെ ശരിക്ക് വിലയിരുത്തുകയും ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾക്ക് ചെവി കൊടുക്കുകയും ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പിലും അള്ളാഹുവും അവൻ്റെ ദൂതനും നൽകിയ മാർഗനിർദ്ദേശത്തെ അവലംബിക്കുകയും മരണം ജീവിതത്തിൻ്റെ അന്ത്യമല്ലെന്നും ശാശ്വതമായ ജീവിതത്തിൻ്റെ തുടക്കമാണെന്നും വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. അവരെന്തിനേയും നോക്കിക്കാണുന്നത് ഈ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു വിഭാഗം ആളുകൾ അങ്ങനെയാണ്. ഒരു വിഭാഗം ആളുകൾ ബൽ തുസിറൂനൽ ഹയാത്തുദ് ദുനിയ വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ. ഈ നശ്വരമായ, പെട്ടെന്ന് നശിച്ചു പോകുന്ന, ആരും അവരുടെ മരണശേഷം ഖബറിലേക്ക് കൊണ്ടുപോകാത്ത ദുനിയാവ്, ആഡംബര ജീവിതം, ആ ജീവിതത്തിന്റെ പിന്നാലെയാണ് പല ആളുകളും. വലിയ അറിയപ്പെട്ട ഒരു കോടീശ്വരന്റെ മരണം, അനേക ചിന്തകൾ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയിട്ടുണ്ട്. എന്തിന്റെ കുറവായിരുന്നു അയാൾക്ക് എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂൽ പറഞ്ഞു ഒന്നിന്റെ കുറവുണ്ടായിരുന്നു അയാൾക്ക്. അത് കൗതുകകരമാണ്. മുത്തുനബി അയാളെ പറ്റി പറയുന്നു, അയാളെ പോലെയുള്ള ആളുകളെ പറ്റി പറയുന്നു. എന്താ പറയുന്നത്? ലൈസൽ ഗിനാ അൻ കസ്റത്തിൽ അർള് വലകിന്നൽ ഗിനാ ഇന്നൻ നഫ്സ്. ലൈസൽ ഗിനാ, ഐശ്വര്യം എന്നാൽ, സുന്ദരമായ ഐശ്വര്യ ജീവിതം എന്നാൽ ദുനിയാവിന്റെ അലങ്കാരങ്ങളുടെ അഭിവൃദ്ധിയിലല്ല. 12 റോൾസ് റോയ്സ് ഉണ്ട് എന്നതോ, ബുഗാട്ടി കാർ ഉണ്ട് എന്നതോ, ഫെറാറി കാർ ഉണ്ട് എന്നതോ, ബംഗ്ലാവുകൾ ഉണ്ട് എന്നതോ ഒന്നുമല്ല ഐശ്വര്യത്തിന്റെ മാനദണ്ഡം. വലകിന്നൽ ഗിനാ ഇന്നൻ നഫ്സ്. മനസ്സിന്റെ സമാധാനമാണ് ഐശ്വര്യം. അത് കോടികൾ കൊടുത്താൽ കിട്ടാത്തതുമാണ്. ആ സമാധാനത്തിന്റെ കുറവുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. എത്ര അസാമാന്യമായ അർത്ഥം നൽകുന്ന, ആശയം നൽകുന്ന ഒരു ഹദീസാണ്. അപ്പൊ നമ്മളൊക്കെ പരിശുദ്ധ റമളാനിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. ആഗ്രഹമുണ്ട് ജീവിതത്തെ ശുദ്ധീകരിക്കണമെന്നും അള്ളാഹുവിന്റെ ദീനനുസരിച്ച് അത് ക്രമപ്പെടുത്തണമെന്നും. പല പ്രഭാഷണങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്, പല കുത്തുബകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. അല്പസമയം അതിൽ നിന്ന് മാറി മറ്റു ചിലതിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഈമാൻ ഇങ്ങനെ ഡൗൺ ആയി വരുന്നത് കാണാൻ പറ്റും. അതിന്റെ അർത്ഥം നിരന്തരമായ ദീനുമായുള്ള ബന്ധമല്ലാതെ നമ്മെ മൂല്യത്തിൽ പിടിച്ചു നിർത്താൻ മറ്റൊന്നിന് സാധ്യമല്ല എന്നുള്ളതാണ്. ഇസ്ലാമിന്റെ എല്ലാ വിശ്വാസങ്ങളെയും സ്വീകരിച്ച് ജീവിക്കുമ്പോഴും സമൂഹം മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ഭാഗമായി പോകാനുള്ള സാധ്യത എല്ലാ ഓരോ വ്യക്തികളിലും ഉണ്ട് എന്നർത്ഥം. ഇന്ന് വല്ലാത്ത ഒരു ലോകത്തിലൂടെയാണ് നമ്മളൊക്കെ യാത്ര പോകുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് നിലക്കുള്ള ആളുകൾ. ഒന്ന്, ഞാൻ പറഞ്ഞു, ജീവിതത്തെ ഏറ്റവും ഭംഗിയായി, അവിടെ അള്ളാഹു ഉണ്ട്, അവിടെ റസൂലുണ്ട്, അവിടെ ജീവിതത്തിനൊരു ശുദ്ധിയുണ്ട്, അവിടെ സത്യസന്ധതയുണ്ട്, അവിടെ ആത്മാർത്ഥതയുണ്ട്, അവിടെ പടച്ചോനെ പേടിയുണ്ട്. അതെവിടെയൊക്കെ ഉണ്ട്? സമ്പത്ത് സമ്പാദിക്കുന്നതിൽ മാത്രം ഹലാലായ പോരാ, ആ സമ്പാദ്യം ചെലവഴിക്കുന്നതിൽ ഞാൻ എന്തിന് ചെലവഴിക്കുന്നു. ഞാൻ ഈ കഴിഞ്ഞ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയ മസ്ജിദിന് വേണ്ടി ധനാഢ്യനായ ഒരു മനുഷ്യൻ, ശുദ്ധനായ ഒരു മനുഷ്യൻ, ഞാൻ ആ പദം തന്നെ ഉപയോഗിക്കട്ടെ, അദ്ദേഹത്തിന്റെ കോടികൾ അദ്ദേഹം ഓഫർ ചെയ്യുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു. ഒരു മസ്ജിദ്, എത്രയോ വലിയ കോടിയുടെ സംഖ്യയോ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് അത് സമ്പാദിക്കുന്നു.
അല്ല പറയാണ് കച്ചവടം ഹലാലാണ്, ആ കച്ചവടത്തിലൂടെയാണ് ഹലാലായ സമ്പാദ്യം. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചു എവിടെ നിന്ന് സമ്പാദിച്ചു, അത് എവിടെ ചെലവഴിച്ചു, എവിടെയാണ് ചെലവഴിച്ചത്. സമ്പാദിച്ചത് ഹലാലാകുമെന്ന് മാത്രമല്ല, ആ സമ്പാദ്യം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു, അത് ഭയങ്കരമായി ചിന്തിക്കേണ്ട ഒരു മേഖലയാണ്. ആ സമ്പാദ്യം എന്തിനു വേണ്ടി, അത് ചിന്തിക്കുമ്പോഴാണ് ഒരുപാട് ഗൗരവപ്പെട്ട. ഞാൻ കൊടുത്തു പോരാ, എന്തിനു കൊടുത്തു, അതെന്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടും. ഞാൻ നിർമ്മിക്കുന്ന ഒരു പടച്ചവന്റെ ഭവനം, അവിടെ ശിർക്കുണ്ടാവോ? ശിർക്കിന്റെ ആളുകളുടെ കൈകളിലാണോ ഈ തുക ഞാൻ ഏൽപ്പിക്കുന്നത്? അവരുടെ കൈകളാലാണോ അത് ബിൽഡപ്പ് ചെയ്യപ്പെടുന്നത്? നിശ്ചയം പള്ളികൾ അള്ളാഹുവിൻ്റെതാണ്. ആ അള്ളാഹുവിനോടൊപ്പം അവിടെ വെച്ച് വേറൊരാളെ വിളിക്കുന്ന ഒരു ഖബർ അവിടെ പൊന്തുമോ? അവിടെ ഖുതുബിയത്ത് നടക്കുമോ? 1000 വട്ടം മൊയ്തീൻ ഷൈനെ വിളിക്കുക ആ മസ്ജിദിന്റെ ഉള്ളിൽ. എങ്കിൽ ആ പണം വൃഥാവിലായി, ആ സമ്പാദ്യം വൃഥാവിലായി. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണോ ആ പള്ളിയിൽ നടക്കുന്നത്? അല്ല, റസൂൽ ആ മസ്ജിദ് നബവിയിൽ വെച്ച് വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ എന്ന് പറഞ്ഞ ആ നരകത്തിലേക്കുള്ള ബിദ്അത്താകുന്ന ളലാലത്താണോ ആ മസ്ജിദിൽ സുന്നത്തിനേക്കാൾ കൂടുതൽ നടക്കുന്നത്? മൂന്നാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ, നിങ്ങളോട് വിശ്വാസിനികൾ അനുവാദം ചോദിച്ചാൽ ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീകളെ തടുക്കരുത്. അത് തടുക്കുമെന്ന് പ്രഖ്യാപിക്കുകയും അത് ഹറാമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ആളുകളുടെ കൈകളിലാണോ മസ്ജിദ് നിർമ്മിക്കാൻ ഈ കോടികൾ നൽകിയത്? യഖ്റഉൽ ഖുർആന വയുദക്കിറുൻ നാസ്, ഖുർആൻ ഓതിയിട്ട് അവിടെ വരുന്ന ജനങ്ങൾക്ക് ഉത്ബുദ്ധത ഉണ്ടാക്കലാണ് മുത്തുനബിയുടെ മസ്ജിദ് നബവിയുടെ പ്രത്യേകത, മുത്തുനബിയുടെ പള്ളിയുടെ മിമ്പറിന്റെ പ്രത്യേകത. അതാകട്ടെ വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമി, ജനങ്ങളുടെ ഭാഷയിലാണ് അവരെ മതം പഠിപ്പിക്കുന്നത്. ഈ യോഗ്യതകളെല്ലാമുള്ള, ഈ പറഞ്ഞ സവിശേഷതകളെല്ലാമുള്ള പള്ളി നിർമ്മിക്കുമെന്ന് ഉറപ്പുള്ളവരുടെ കൈകളിലാണോ ഞാൻ ഈ തുക കൊടുത്തത് എന്നാലോചിക്കേണ്ടതുണ്ട്. ഇത് തമാശയല്ല. സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോ അറിയാതെ നമുക്ക് കിട്ടുന്ന ഒരു ഉൾപ്പുളകമുണ്ട്, ലൈക്കുകളുണ്ട്. അതിനപ്പുറത്തുള്ള ഗൗരവപ്പെട്ടതാണ് എന്റെ ഒരു തുണ്ട് ദീനാർ ഞാൻ എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു എന്നത്. നിസ്സാരമായി കരുതരുത്. ഏതെങ്കിലും ഒരു വ്യക്തിയെ ലാക്കാക്കിയല്ല ഈ പറയുന്നത്. ആരും, നമ്മളിൽ ഒരാളും ഞാൻ നൽകുന്ന സമ്പാദ്യം എന്തിനു വേണ്ടി അവർ ചെലവഴിക്കും, അത് ഉറപ്പായി അങ്ങനെ ഒരു ബോധ്യമുള്ള ഒരു വിഭാഗം ആളുകൾ. എന്തുകൊണ്ട്, എന്താ പ്രശ്നം? ഞാനിപ്പോ ഇത്രയും പറഞ്ഞത് എന്താണ്? ഈ സമ്പത്ത് എവിടെ നിന്ന് സമ്പാദിച്ചു എന്നൊരു വിചാരണ. അത് അക്കമിട്ട് നിരത്തി കിതാബ് കയ്യിൽ തരും. നീ ജോലി ചെയ്തത്, സമ്പാദിച്ചത്, ബിസിനസ് നടത്തിയത്, അതിൽ ഹറാമിന്റെ അംശം ഇത്രേ, ഹലാലിന്റെ അംശം ഇത്രേ. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇഖ്റൽ കിതാബക് കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ. അവിടെ ഒരു ഹിസാബ്, അവിടെ ഒരു വിചാരണ. എന്താ വിചാരണ? വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറ. ഒരു കിതാബ് ഇങ്ങോട്ട് തരികയാണ് ഓരോ വ്യക്തിയുടെ അയാളുടെ ജീവിതത്തിന്റെ മുഴുവൻ കർമ്മരേഖയും. അതിലൊരു പ്രധാന ഘടകം എന്തായിരിക്കും? അയാളുടെ സമ്പാദ്യം. നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് നിന്റെ ആരോഗ്യം എന്തിനു വേണ്ടി? അത് വളരെ പ്രധാനമായ ഒരു കാര്യമല്ലേ? യുവാക്കളൊക്കെ ആലോചിക്കണ്ടേ? അല്ല തന്ന നഫ്സ്, അല്ല തന്ന ഹാർട്ട്, അല്ല തന്ന ലിവർ, അല്ല തന്ന കരള്, അല്ല തന്ന കിഡ്നി, ഇത് പടച്ചിറമ്പുരാൻ തന്ന ഈ ശരീരം, ഈ ആരോഗ്യം, അത് എങ്ങനെ നോക്കി ഈ കാര്യത്തെക്കുറിച്ച് വിചാരണയില്ലാതെ ആദം സന്തതികളുടെ കാലുകൾ അവിടുന്ന് ചലിക്കൂലെന്നാണ്. എങ്കിൽ എത്ര ഗൗരവമായിട്ടാണ് ഈ ആളുകളെ ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? പലപ്പോഴും ആളുകൾ എങ്ങനെയാണെന്നറിയോ നിങ്ങള്? ആളുകൾ ജനങ്ങളുടെ പബ്ലിസിറ്റിയിലും ആളുകളുടെ ഒച്ചയിലും ബഹളത്തിലും വലിയ പാരാവാരം പോലെ ജനങ്ങൾ കിടക്കുമ്പോ പിശാച് മനുഷ്യനിട്ടിരുന്ന ഒരു ഉൾപ്പുടകമുണ്ട്.
ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഞാൻ ഓർക്കുകയാണ്, ഞാൻ ഈ സംഭവം കണ്ടിട്ട് എനിക്ക് ഓർക്ക് വന്നില്ല. ഞാനിതിങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് ഇതിങ്ങനെ കണ്ടപ്പോ എന്തോ മനസ്സിനൊരു വല്ലാത്ത ഒന്ന്, ആ വ്യക്തിയോടുള്ള എന്റെ സ്നേഹം, എന്റെ ഗുണകാംക്ഷ. ഞാനീ പറയുന്നത് നമ്മൾ എത്ര ഗൗരവമായി കാണേണ്ട കാര്യം അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചരിത്രത്തിലെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ മരിക്കാൻ കിടക്കുന്ന ആദ്യ മൊമെന്റിൽ, മലക്കുൽ മൗത്ത് വരുന്ന ആ സമയത്ത് ഇബ്ലീസ് വന്നിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഞാനൊരു തരക്കേടില്ലാത്ത പണ്ഡിതനാണ് എന്ന് തോന്നിപ്പിച്ചു അത്രേ. അപ്പൊ അബ്ദുള്ളയോട്, മകനോട് പറയണം, അബ്ദുള്ള, ഈ മരണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ മുഹൂർത്തത്തിലും ഇബ്ലീസ് എന്നെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അബ്ദുള്ള, എനിക്ക് വേണ്ടി റബ്ബിനോട് തേടണേ. ഈ രംഗം അബ്ദുള്ള വിവരിച്ചോണ്ടാണ് നമ്മൾ അറിയുന്നത്. അതായത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്ന ഇരുത്തം വന്ന മഹാപണ്ഡിത കേസരിയെ പോലും ഇബ്ലീസ് മരണത്തിന്റെ മുഹൂർത്തത്തിൽ റിയാഇന്റെ പിടികൂടുമെങ്കിൽ, ഓരോ പണക്കാരും ഓരോ കഴിവുള്ളവരും അവരുടെ മനസ്സിലെ റിയാവും അതുമായി ബന്ധപ്പെട്ട ചിന്തകളും മാറ്റുരച്ചു നോക്കേണ്ടതുണ്ട്. കാരണം ഒരാളും കൂട്ടിലില്ലാത്ത, ഒരാളും സപ്പോർട്ടില്ലാത്ത ഒരു ലോകത്ത് ഒറ്റക്ക് വലക്കദ് ജീതുമൂന ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ, ഉമ്മ നിന്നെ പ്രസവിച്ച പോലെ ചെരുപ്പ് ധരിക്കാത്തവരായി, ചേലാകർമ്മം ചെയ്യാത്തവരായി, വിവസ്ത്രരായി അല്ലാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കുന്ന അരങ്ങല്ലേ. വൈമിൻകും മില്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. സൂറത്ത് മറിയമിന്റെ 71 പറയുന്ന ആ നരകത്തിന്റെ വക്കിൽ വരുന്ന ആ ദിവസം ഇവിടെ കിട്ടുന്ന പരിഗണന അവിടെ കിട്ടുമെന്ന് വിചാരിക്കണ്ടോ? ഇവിടെ ആരെയും പരിഗണിക്കും. ആ ഒരു പൊസിഷൻ ഉണ്ടായാൽ മതി. അയാൾ പിന്നെ എന്ത് ചെയ്യുന്നു, അയാളുടെ ജീവിതമൊന്നും ആരും കണിശമായി വിലയിരുത്തില്ല. പക്ഷേ അല്ല പറയാണ്, ഞാനൊരു തുലാസ്, മനുഷ്യന്റെ കർമ്മങ്ങൾ തൂക്കിക്കണക്കാക്കുന്ന ഒരണുമണി തൂക്കമുള്ള കാര്യം അത് തൂക്കി കണക്കാക്കി അതിനെക്കുറിച്ച് വിചാരണ നടത്തി അതിനെക്കുറിച്ച് ഉത്തരം പറയാതെ ആദം സന്തതികളുടെ കാല് ചലിക്കില്ല എന്നാണ്. അതിലേറ്റവും പ്രധാനമാണ് യൗവനം. അതിൽ മറ്റേറ്റവും പ്രധാനപ്പെട്ടതാണ് സമ്പത്ത്. എവിടെ നിന്ന് നേടി? എന്റെ ദീർഘമിലെ, എന്റെ 53 വർഷത്തിലെ ആയുസിനിടയിൽ എന്റെ സമ്പാദ്യത്തിൽ ഹറാമ് കലർന്നിട്ടുണ്ടോ? ഞാൻ അനധികൃതമായി എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടോ? ദെൻ ഞാൻ ചെലവഴിച്ചതിൽ എവിടെയെങ്കിലും അള്ള വിലക്കിയ കാര്യത്തിന് നോക്കൂ. ഞാനിത് പറയുമ്പോ നമ്മളൊക്കെ വലിയ കോടികൾ ചെലവഴിച്ച ആളുകളൊന്നുമല്ല. പക്ഷെ 100 റുപ്യ മോളെ, നമ്മുടെ പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടിന്റെ കയ്യിലാണ് 100 റുപ്യ കൊടുക്കുന്നത്. അതവിടെ ചുണ്ടിൽ ചായം തേക്കാനാ വാങ്ങണമെങ്കിൽ ആ 100 റുപ്യന്റെ കാര്യത്തിൽ റബ്ബിന്റെ മുമ്പിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിച്ചിട്ടുണ്ടോ? മകൾക്കാ കൊടുത്തത്, നാട്ടുകാർക്കൊന്നല്ല, ഒരു പബ്ലിസിറ്റിയും ഇല്ല, ആരും കണ്ടിട്ടില്ല, ആരും ഫോട്ടോ എടുത്തിട്ടില്ല, മോൾക്കാ കൊടുത്ത്. പക്ഷെ ആ മോള് ആ 500 രൂപ കൊണ്ട് 100 കീറലുള്ള ടൈറ്റ് ജീൻസും വാങ്ങി അതിട്ട് ടീഷർട്ട് ഇട്ടിട്ട് എങ്ങനെയുണ്ട് പാ എന്ന് ചോദിക്കുമ്പോ ആ തിരക്കടില്ല എന്ന് പറയുന്ന ബാപ്പയാണോ? എങ്കിൽ ആ 500 റുപ്യന്റെ കാര്യത്തിൽ അല്ല നിന്നെ വിടില്ല. ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് ആരും സത്യത്തിൽ ബേജാറാകണം. നേർക്ക് നേരെ അവസരം ഉണ്ടായാൽ അങ്ങനത്തെ ആളുകളെ തിരുത്തി കൊടുക്കണം. അതാ സ്നേഹം. വൽമുഅ്മിനൂന വൽമുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാ ബഅ്ദിൻ യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നന്മ കൽപ്പിക്കാൻ ഏറ്റവും വലിയ മിത്രങ്ങൾ അതൊക്കെ എല്ലാവർക്കും വേണ്ടവരാണ്, സമൂഹത്തിൽ ആവശ്യമുള്ളവരാണ്. പക്ഷേ എന്തിന്? ഞാൻ ആ പറഞ്ഞ 5 പോയിന്റുകൾ ചിന്തിച്ചാൽ മതി. ഒരു മസ്ജിദ്, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ ഒരു മസ്ജിദ് എന്താകണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിൽ ഒരു മസ്ജിദ് എന്താകണം? ആളുകൾ എന്താ കരുത്? പള്ളി ഉണ്ടാക്കാനല്ലേ? ആരായാലും പള്ളി ഉണ്ടാക്കാൻ ആണോ? ഈ കാണുന്ന ചുമരുകളും മിനാരങ്ങളുമാണോ പള്ളി? പള്ളിയെ പള്ളിയാക്കുന്നത് റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, ആ റബ്ബിൽ ഒന്നിനെയും പങ്കു ചേർക്കില്ലെന്ന ഉത്തമ ബോധ്യമുള്ള ഒരു കെട്ടിടത്തെയാണ് പള്ളി എന്ന് വിളിക്കുക. എത്ര ആകാശമുട്ട നിൽക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. ലോകത്ത് ചർച്ചുകളുടെ മനോഹാരിത ഉണ്ടോ പള്ളിക്ക്? ലോക ചർച്ചുകളുടെ മനോഹാരിത. പക്ഷെ അവിടെ ആരും വിളിക്കണത്? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഓരോ മൈക്രോ സെക്കൻഡും ഒരു വിശ്വാസി ജീവിക്കുമ്പോൾ അയാൾക്കുള്ള കുറ്റബോധം എന്തായിരിക്കും? അയാളുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ഞാൻ ചെലവഴിച്ച ആ സമ്പാദ്യത്തെ കുറിച്ചുള്ള ചിന്തയായിരിക്കും, ജീവിതത്തെ കുറിച്ചുള്ള ചിന്തയായിരിക്കും. നോക്കൂ, നമ്മളൊക്കെ ഇപ്പോൾ 2026 പറഞ്ഞു, ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരി ഇതാ അതിന്റെ പാതി പിന്നിടാൻ പോകുന്നു.
നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ശരി, നമ്മൾ ഇന്ന് നമ്മളൊക്കെ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. തഖ്വയെ കുറിച്ച് 2 തവണ ഒരായത്തിന്റെ 2 ഭാഗങ്ങളിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തി. ഏത് വിഷയത്തിലാ? ഇന്ന് നീ മരിച്ചാൽ നാളെ വിചാരണയാണ്. എവിടെ? നിന്നെ കൊണ്ടുവെക്കണ ഖബറിൽ തുടങ്ങി വിചാരണ. അവിടെ നിനക്ക് മലക്കുൽ മൗത്തിന്റെ വരവിൽ തന്നെ വിചാരണ ബോധ്യപ്പെടുന്ന നിമിഷമാണത്. അതുകൊണ്ടാണ് അതെന്ന് പറഞ്ഞ നാളെ, ഇന്ന് വെള്ളി, നാളെ ശനി. ആ ശനിയെ കുറിച്ചാ പറയുന്നത്. ഇന്ന് ജീവിച്ച് വൈകുന്നേരമാവോ അറിഞ്ഞുകൂടാ. എത്ര മരണങ്ങളാണ്, ആരും പ്രതീക്ഷിക്കരുത്. അപ്പൊ ബഹുമാന്യനായ ഷാവുൽ സാഹിബിന്റെ മരണം എന്റെ മനസ്സിലൊരു വെള്ളടി പോലെ. ഞങ്ങൾ അത്രയും വലിയ സുഹൃത്തുക്കളായി. ഓരോ മരണങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നാം അറിയുന്ന എത്ര പേർ. മെനയാന്ന് ജാമ്യയുടെ കോൺവെക്കേഷനിൽ പങ്കെടുത്ത് പോയൊരു മനുഷ്യന്റെ മരണ വാർത്ത ഉദരംപൊയിൽ നമ്മൾ കണ്ടു. എല്ലാം നമ്മൾ കാണുന്നുണ്ട്, ഓരോ മരണങ്ങളും. അവിടെയാണ് അള്ളാഹ് നമ്മളോട് പറയുന്നത് എന്തറിയോ? സൂറത്ത് അംബിയായിലെ 1-ാമത്തെ വചനത്തിലൂടെ പറയുന്നത് എന്തറിയോ? വിചാരണ ആസന്നമായിരിക്കുന്നു. പക്ഷെ മനുഷ്യരിൽ ഭൂരിപക്ഷം ആളുകളും ഗഫ്ലത്തിലാണ്. അവർ എന്തിലാണ്? അവർ അതിൽ നിന്നൊക്കെ മാറിപ്പോകുന്ന ദുനിയാവിലെ കേവല കാര്യങ്ങളിൽ. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചുണ്ടോ? ഞാൻ കുറച്ചു ദിവസം എൻ്റെ മനസ്സിൽ ആ വലിയ ധനാഢ്യൻ സ്വയം വെടിയുതിർത്ത് മരിച്ചല്ലോ. അവരൊക്കെ ഈ ലോകത്ത് ജീവിച്ച മനുഷ്യൻ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളാണല്ലോ. നമ്മുടെ കേരളീയനായ ഒരു മനുഷ്യനാണല്ലോ. അപ്പൊ നമുക്ക് കൂടുതൽ ചിന്ത ഉണ്ടാവില്ല. ഏതോ നാട്ടിലൊരാളാണെങ്കിൽ അത് അന്ന് വാർത്ത കണ്ട് നമ്മൾ അങ്ങനെ, പിന്നെ അതിന് അനുബന്ധം കുറിച്ച് ഇങ്ങനെ വരുമ്പോ എന്ത് സൗഭാഗ്യക്കുറവാണ് മനുഷ്യൻ എണ്ണുകയാണെങ്കിൽ ദുനിയാവിൽ അദ്ദേഹത്തിനുള്ളത്. എന്ത് സൗഭാഗ്യം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മരണത്തിലേക്ക് അദ്ദേഹത്തെ എടുത്ത് ചാടിപ്പിച്ച പ്രേരിപ്പിച്ചൊരു ഘടകം ഒരാളോടും പങ്കുവെക്കാത്തതാണെങ്കിൽ, മറ്റൊരാൾക്ക് പങ്കുവെച്ച് കൊടുക്കാൻ കഴിയാത്തതാണെങ്കിൽ, ഏതൊക്കെ വിഷമത്തോടുകൂടി ഇരിക്കുകയാണ് ഈ ലോകം. ഈ സുഖ സൗകര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും എവിടെ? 3 കഷ്ടം മല്ലുതുണിയിൽ, പോക്കറ്റില്ലാത്ത മല്ലുതുണിയിൽ മനുഷ്യരെ പൊതിഞ്ഞിട്ട് കൊണ്ടുപോയി വെക്കല്ലോ. ഇനി എന്ത് അവിടെ ഉണ്ടാക്കണ ഖബറിസ്ഥാന് കെട്ടി തേച്ചു, സിമെന്റ് പൂശി, അവിടെ കുമ്മായം വെച്ച് ടൈലൊട്ടിച്ചു, ഇനി അതിലൊരു AC ഫിറ്റ് ചെയ്ത് കൊടുത്താലും അത് ഈ മനുഷ്യനെ എഫക്ട് ചെയ്യോ? അയാൾ അറിയോ? ഇന്നെങ്ങനെ വളരെ ഭദ്രമായ പെട്ടിയിൽ, വളരെ സ്വർണത്തിന്റെ ഗോൾഡൻ കവർ ചെയ്തിട്ടുള്ള പെട്ടിയിലൊക്കെയാണ് എന്നെ കൊണ്ടുപോയി വെച്ചത്. ആരെങ്കിലും അറിയോ? ആരും അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഇരിക്കുന്ന വിശ്വാസി സമൂഹത്തോട് പറയുന്നത്, നമ്മളെ സംബന്ധിച്ച് ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു മരണവും ഒരാത്മഹത്യയും ജീവിതത്തിന്റെ ഒന്നിനും പരിഹാരമല്ലെന്ന് മാത്രമല്ല, അത് മനുഷ്യകുലത്തിൽ ആ മരിച്ച വ്യക്തിയോട് മോശം ചിന്ത ഉണ്ടാക്കാനല്ലാതെ അയാൾ ബാക്കി ജീവിച്ചിരിക്കുന്നവരോട് ചെയ്യുന്നൊരു മഹാക്രമം കൂടിയാണത്. ചെറിയ കാര്യമൊന്നുമല്ല. ഭാര്യയോട്, മക്കളോട്, കുടുംബത്തോട്, തന്നെ വിശ്വസിച്ചവരോടും ഒക്കെ ചെയ്യുന്ന അപരാധമാണ്. അവിടെയാണ് ഞാൻ പറയുന്നത്, മരണം അള്ളാഹ് നിശ്ചയിക്കുന്ന ദിവസത്ത് പോണം. അതിന്നാണെങ്കിൽ, അള്ളാഹ് നമ്മളെ വിളിക്കുന്നതാണെങ്കിൽ, അള്ളാഹ് പറയാണ് മനുഷ്യർക്ക്, സൂറത്ത് അംബിയായിന്റെ തുടക്കം, മനുഷ്യർക്ക് വിചാരണ ആസന്നമായിരിക്കുന്നു. ആ ആസന്നമായ വിചാരണയുടെ കാര്യത്തിൽ ആളുകൾ ഗഫലത്തിലാണ്. ഇനി നിങ്ങൾ ചിന്തിക്കും, ദുനിയാവിലെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പരീക്ഷ ഉണ്ട്. എന്തായാലും നമ്മുടെ മുന്നൊരുക്കം, നമുക്കൊരു നല്ല ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു പരീക്ഷ. 2000 ആളുകൾ അല്ലെങ്കിൽ 25,000 ആളുകൾ അല്ലെങ്കിൽ 1,00,000 ആളുകൾ പരീക്ഷ എഴുതുന്നു. 10 ആളുകളെ സെലക്ട് ചെയ്യുക. നിങ്ങൾ വിചാരിക്കും, ഈ 10 ആളുകളെ സെലക്ട് ചെയ്യുന്ന 1,00,000 ആളുകൾ പരീക്ഷ എഴുതുന്നതിൽ ആ 10ൽ പെടാൻ എനിക്ക് സാധിക്കുമോ എന്ന ടെൻഷൻ ആരെയാ ബാധിക്കാത്തത്? ദുനിയാവിലെ ഒരു പരീക്ഷാ ഹോളിലേക്ക് നമ്മുടെ കുട്ടികൾ കടന്നു ചെല്ലുമ്പോൾ SSLC മാർച്ചിൽ എഴുതുമ്പോ എന്തായിരിക്കും നമ്മുടെ മക്കളെ ഇതിൽ? എങ്കിൽ ജീവിതം ഒരു പരീക്ഷണമാണെങ്കിൽ, ആ പരീക്ഷണയുടെ വിചാരണ മലിക്കുൽ ജബ്ബാറായ റബ്ബിന്റെ മുമ്പിലാണെങ്കിൽ, നാം ചെയ്ത ചെറുതും വലുതുമായ എല്ലാ വാക്കും, ഒരു വാക്കും നിങ്ങൾ ഉച്ചരിച്ചിട്ടുള്ള ഒരു അമലും നിങ്ങൾ ചെയ്യുന്നില്ല, എല്ലാം ഒരു കർമ്മരേഖയിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ എന്ന് 18-ാം അധ്യായത്തിന്റെ 49-ൽ പറയുന്ന ആ ചെറുതും വലുതുമായ സകലമാന കർമ്മങ്ങളും സൂറത്ത് ഖാഫിലും ആ കാര്യം വ്യക്തമാക്കി പറഞ്ഞു. അങ്ങനെ രേഖപ്പെടുത്തി ഹാജരാക്കപ്പെടുന്നിടത്ത് ഒന്നിങ്ങനെ ജീവിതത്തിന്റെ റിവേഴ്സിലേക്ക്, ഞാൻ ഇവിടെ പറയുന്നത്, എനിക്ക് 53 വയസ്സായി. ഞാനിങ്ങനെ 53 വർഷത്തിന്റെ അപ്പുറത്തേക്ക് എനിക്ക് ഓർമ്മ വെച്ച ആ കാലയളവിലേക്കൊന്ന് മടങ്ങിയാൽ, അതിനിടയിലെ ജീവിതത്തിൽ ഓരോ ദിവസവും ഇല്ലേ, ഓരോ ദിവസം കഴിഞ്ഞ് അത് ദിവസമായി, ആഴ്ചയായി, മാസമായി, വർഷമായി. ഇന്ന് 2026, 1972 ജനിച്ച് 2026 ഫെബ്രുവരി
13-ാം തീയതി വെള്ളിയാഴ്ച ഈ മിമ്പറിൽ കയറി നിൽക്കുന്ന ഈ സമയം വരെയുള്ള എന്റെ ഓർമ്മ വെച്ച ജീവിതത്തിലെ സത്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും തൂക്കി നോക്കിയാൽ ഞാൻ ആറാഫുകാരനായി പോകുമോ? സ്വർഗത്ത് പോകാനുള്ള പുണ്യമില്ല, നരകത്തിലേക്ക് എത്തിപ്പെടാനുള്ള തിന്മയുമില്ല. ഇത് രണ്ടിന്റെയും ഇടയിൽ പരിശോധിക്കപ്പെടേണ്ടതല്ലേ? ആറാഫുകാർ എന്ന് പറഞ്ഞൊരു വിഭാഗം, അവർ വിളിക്കുന്ന സ്വർഗസ്ഥരോട് ഞങ്ങളുടെ കാര്യം റബ്ബിനോടൊന്ന് പറയണട്ടോ. നരകത്ത് പോകാനുള്ള തെറ്റുമായിട്ടില്ല, സ്വർഗത്തിലേക്ക് എത്താനുള്ള പുണ്യമായിട്ടില്ല. അത് രണ്ടിന്റെ ഇടയിൽ വല്ലാത്തൊരു അദാബല്ലേ അത്. നേരെ മറിച്ച് ഈ സമയത്തെ, അതായത് ഒരു വിശ്വാസിയുടെ, ശരിക്കുള്ള ഒരു വിശ്വാസിയുടെ പ്രത്യേകം എന്താ അറിയോ? അവന്റെ വിശ്രമം ഖബറിൽ മാത്രമായിരിക്കും. അവൻ എന്താ ആലോചിക്കുക? അവൻ ആലോചിക്കുക, ഇന്ന് ഈ നിമിഷം ഞാൻ മരിച്ചാൽ ഒരു പുണ്യകർമ്മത്തിൽ. അതിന് അത്ഭുതപ്പെടേണ്ട കാര്യം എന്താ അറിയോ? ഈ മനുഷ്യന് നൽകിയ സമ്പത്തുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മുമ്പൊക്കെ ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ട് പല പ്രസംഗങ്ങളിലും, ഒരാളെ മഹ്ശറയിലെ വിചാരണ കൊണ്ടുവരിക, ഒരു മനുഷ്യനെ വിചാരണ കൊണ്ടുവരിക, ധനാഢ്യനായ ഒരു മനുഷ്യനെ, വേറെ പുണ്യൊന്നും അയാളുടെ കയ്യിൽ സമ്പത്തുണ്ട്, അതായത് കടം കൊടുക്കും, ആവശ്യക്കാർക്ക് കടം കൊടുക്കും, അവരെ ലിസ്റ്റൊക്കെ എഴുതി വെക്കും, പേരെഴുതി വെക്കും, സംഖ്യ എഴുതി വെക്കും, അതിന് ആളുകളെ നിശ്ചയിക്കും, അവരോട് ആ ലിസ്റ്റ് പരിശോധിക്കാൻ പറയും. ഇതൊക്കെ ചെയ്യുന്നൊരു മനുഷ്യൻ വേറെ ഒന്നും അയാൾ ചെയ്തിട്ടില്ല. അയാൾക്ക് ഭയങ്കര ഹിസാബിനെ പേടിയാണ്. റബ്ബിന്റെ കോടതിയിൽ വരുമ്പോൾ അയാൾ ആ മുഖഭാവത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല, ഇതൊക്കെ മുത്തുനബി പഠിപ്പിച്ച ഹദീസുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളോട് ചോദിക്കുകയാണ്, എന്താണ്? പ്രതീക്ഷകളില്ല അയാൾക്ക്, പ്രതീക്ഷകളില്ല. ആ പ്രതീക്ഷയില്ലാതെ നിൽക്കുന്ന ആ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, നിനക്ക് നിന്നെക്കുറിച്ച് പ്രതീക്ഷയില്ലെങ്കിലും കണിശമായി നീതി നടപ്പാക്കുന്ന നിന്റെ റബ്ബായ എനിക്ക് നിന്നെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്. എന്താണ് ആ പ്രതീക്ഷ? എന്താണത്? ഒരു പുണ്യത്തിന്റെ ഗൗരവം. ഞാൻ പറയുന്നത് എത്ര നിസ്സാരമായിക്കോട്ടെ, എത്ര വലുതായിക്കോട്ടെ, അള്ള പരിഗണിക്കാനെങ്ങാനും അള്ള തീരുമാനിച്ചാൽ ഒരുപാട് വാരിക്കൂട്ടി ചെയ്യേണ്ടതുണ്ടാവില്ല. ഇനി അള്ള നമ്മളെ ശിക്ഷിക്കാൻ വിചാരിച്ചോ, ഒരുപാടൊന്നും വേണ്ടി വരില്ല. അതുകൊണ്ടാണല്ലോ പൂച്ചനെ കെട്ടിയിട്ടത്, നരകത്ത് പോയത്. നായ്ക്ക് വെള്ളം കൊടുത്തു, ഭയങ്കര കർമ്മ. ഒരു നായ്ക്ക് വെള്ളം കൊടുത്തു, അത്രയല്ലേ നമ്മൾ കരുതുന്നുള്ളൂ. പക്ഷെ ചില മുഹൂർത്തത്തിലെ ചില പ്രവൃത്തികൾക്ക്, സൂറത്ത് ബഖറയുടെ ഏറ്റവും അവസാനത്തിന്റെ മുമ്പുള്ള 284-ാമത്തെ വചനം, അതിന്റെ തഫ്സീറിലത് കാണാം. നമ്മുടെ മനസ്സെന്ത് ചിന്തിക്കുന്നു എന്നതിനെ ബേസ് ചെയ്ത് പോലും സ്വർഗ നരകങ്ങൾ തീരുമാനിക്കപ്പെടുന്ന ഒരു ലോകമാണ്. അപ്പൊ അള്ളാഹു ആ മനുഷ്യനോട് പറയുന്നത് എന്തറിയോ? അയാൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അയാൾ കടബാധ്യത, ഈ മാസം 15-ാം തീയതി ഒരു പൈസ കിട്ടാനുണ്ട്, 10 പേരുണ്ടെങ്കിൽ ആ 10 പേരുടെ ലിസ്റ്റ് അദ്ദേഹത്തിന്റെ ഭൃത്യന്മാരോട് ഇങ്ങനെ നോക്കിയിട്ട് പറയും, ഇതിൽ 5 പേരത് വാങ്ങണ്ട, ഞാൻ അവർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു, അവർക്ക് തരാൻ കഴിയില്ല, ഞാൻ അവരോട് മാപ്പാക്കിയിരിക്കുന്നു, അതുകൊണ്ട് അവരോട് പറയൂ ഇത് വേണ്ട, നിങ്ങൾ കൊടുക്കേണ്ടതില്ല, അദ്ദേഹം പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറയും. എന്നിട്ട് റബ്ബ മനുഷ്യനോട് പറയണത് എന്തറിയോ? നീയൊരു വലിയ പൊറുക്കുന്ന ആള്, നീയൊരു വലിയ പൊറുക്കുന്ന ആള്, ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്ന ആള്. നിന്റെ റബ്ബ് ഗഫൂറാണ്, വദൂദാണ്, ഏറ്റവും പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, മനുഷ്യൻ ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കരമാണ് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്, പ്രവാചക തിരുമേനി പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ, സൂറത്ത് റഹ്മാനിൽ അള്ളാഹു പറയാണ്, തീർച്ചയായും ജിന്ന് വർഗത്തെയും ഇൻസ് വർഗത്തെയും ഭാരിച്ച 2 സമൂഹമാണവർ. ഈ ഭാരിച്ച സമൂഹത്തെ വിചാരണ ചെയ്യുന്നതിന് വേണ്ടി അള്ളാഹ് ഒഴിഞ്ഞിരിക്കുന്നു. അള്ളാഹ് ഒഴിഞ്ഞിരിക്കുക. അള്ളാഹ്ക്ക് ഒരേ സമയത്ത് വിചാരണയും മറ്റു കാര്യങ്ങളും നടക്കാത്തതുകൊണ്ടല്ല, അതിന്റെ ഗൗരവത്തെ സൂചിപ്പിക്കാനാണ് ഈ പദമുപയോഗിച്ചത്. സൂറത്ത് റഹ്മാനിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 31-ാമത്തെ വചനം 55-ാമത്തെ അധ്യായത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ജിന്ന് വർഗത്തെ വിചാരണ ചെയ്യും, ഇൻസ് വർഗത്തെ വിചാരണ ചെയ്യും. ഈ 2 വിഭാഗത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി ഇവിടെ ഇരിക്കുന്നു, ഈ പള്ളിയിൽ ഇപ്പൊ ഈ ഖുത്ബ കേൾക്കുന്ന, ഇൻഷാ അല്ലാഹ് നാളെ ഇതിന്റെ ഏതെങ്കിലും ഭാഗം കേൾക്കാൻ തൗഫീഖ് ഉണ്ടാകുന്ന ആളുകൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കൂ. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം കറക്റ്റാണ്. ഈ വിശ്വാസത്തിന്റെ പേരിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യനെ മഹ്ശറയിൽ വിചാരണ കൊണ്ടുവരുന്ന വേറൊരു രംഗം. ആ മനുഷ്യനെ മഹ്ശറയിൽ കൊണ്ടുവരുമ്പോൾ അയാളെ ശരീരം മുഴുവനും ചങ്ങലകളിൽ ബന്ധിപ്പിച്ച് കണ്ണെത്താത്ത ദൂരം ചങ്ങലകളിലാണ് ആ മനുഷ്യൻ, കണ്ണെത്താത്ത ദൂരം ചങ്ങലകളിലാണ്. അത്ര വലിയ പാപമാണ് അയാൾ ചെയ്തിരിക്കുന്നത്. ഖുർആൻ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരെ ചങ്ങലകളിൽ ബന്ധിപ്പിച്ചുകൊണ്ടിരുന്നതിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. അങ്ങനെ കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനോട് അള്ളാഹു ചോദിക്കും, എന്ത് ബോധിപ്പിക്കാനുണ്ട്? വിചാരണയാണ്. ആ വിചാരണയിൽ എന്ത് ബോധിപ്പിക്കാനുണ്ട്? അയാൾക്കൊന്നും പറയാനില്ല. അയാൾക്ക് അള്ളാഹ് എന്താണ് സ്വീകരിക്കുക, എന്താ സ്വീകരിക്കുന്നത് അറിയാൻ പറ്റുമോ? അറിയില്ല.
അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാർഡ്, നമ്മൾ പത്താക്കാന്ന് പറയുമല്ലോ, അങ്ങനെ ഒരു ഐഡന്റി കാർഡ്, അങ്ങനെ ഒരു കാർഡ് ഇങ്ങനെ അയാൾക്ക് ഇങ്ങനെ കാണിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതിയ. നമ്മൾ ഇന്ന് വൈകുന്നേരം നമ്മുടെ പബ്ലിക് പരിപാടിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വരേണ്ട ഒരു ടോപ്പിക്കിനെ പറ്റിയേ പറയുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതിയ ഒരു കാർഡ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നേരെ നിന്നു. ഈ കാര്യത്തിൽ ഓർക്കണം, ഇത് മുസ്ലിം സമുദായത്തെ പഠിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ അഖീദയുടെ ആദ്യ ഭാഗത്തിൽ പങ്കു ചേർക്കാത്തൊരു ഹൃദയം നിനക്കുണ്ടായിരുന്നു. ശിർക്കിന്റെ ഒരു അംശവും നിന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. ഹറാമേ ഉള്ളൂ, ജീവിതം മുഴുവനും ഹറാമ് ചെയ്ത ആളാണ്. പക്ഷേ അല്ലാഹുവിൽ കടുകുമണിയോളം പങ്കു ചേർക്കാത്തതിന്റെ പേരിൽ നിനക്ക് സ്വർഗമാണ് ഞാൻ വിധിക്കുന്നത്. ഓർക്കണം, നമുക്കൊരാൾക്കും പിടുത്തം കിട്ടാത്ത മറ്റൊരു ലോകത്താണ്. ഇതിൽ രണ്ട് വിഷയങ്ങൾ നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം. എന്താന്ന് ചോദിച്ചാൽ, ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലിഹി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ. വിശുദ്ധ ഖുർആൻ 69 25 മുതലുള്ള വാചകത്തിൽ പറയുന്നതാണ്, ഇടത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ആളുകൾ. ഈ ഇടത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ആളുടെ അയാളുടെ മനോഘടന എന്താണ്? വലം അദ്രി മാ ഹിസാബിയ, എന്റെ വിചാരണ എനിക്ക് വിസ്മരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ, എനിക്ക് അങ്ങനെ ഒരു വിചാരണ ഇല്ലായിരുന്നെങ്കിൽ. വിചാരണ എന്നത് നോക്കൂ, കോടതിയുടെ വിചാരണ. നമ്മൾക്കിപ്പോൾ എത്ര കേസുകൾ അറ്റൻഡ് ചെയ്യുന്നു? ഓരോ ദിവസവും ഓരോ കേസുമായി ബന്ധപ്പെടുമ്പോൾ അതിൻ്റെ വിചാരണയുമായി ബന്ധപ്പെട്ട് കുറ്റവാളികളുടെ മനസ്സിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അന്ന് ചില മുഖങ്ങൾ കരിവാളിച്ച്, അത് എങ്ങോട്ടെന്നില്ലാതെ, ആ നോട്ടം എങ്ങോട്ടാണ്, എന്താണ് എന്നറിയാത്ത. മറ്റേതോ ഇലാ റബ്ബിഹാ നാളിറ, റബ്ബിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന കൽബ്. അതാരാ? നേരത്തെ പറഞ്ഞ വിചാരണ പ്രതീക്ഷിക്കുന്ന ആളുകളുടെ സൂറത്ത് ഖിയാമയിൽ അല്ലാഹു പറയും. അങ്ങനെയുള്ള മനുഷ്യന്മാര് സൂറത്ത് അബസയിൽ അവസാന ഭാഗം പറയുന്നു, ആരും കൂട്ടിനില്ലാത്ത, ബാപ്പ കൂട്ടിനില്ലാത്ത, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമൈദിൻ ശഅനി യുഗ്നി വുജൂഹു യൗമൈദിൻ മുസ്ഫിറ ലാഹിഖത്തും മുസ്തബ്ശിറ വവുജൂഹു യൗമൈദിൻ അലൈഹാ ഗബറ തർഹഖുഹാ ഖതറ ഉലൈക ഹുമുൽ കഫറത്തുൽ ഫജറ. അന്ന് രണ്ട് തരം മുഖങ്ങൾ. ആ മുഖങ്ങളിൽ ഒരു മുഖം എന്താണ്? വിചാരണയില്ലായിരുന്നെങ്കിൽ എന്ന് വിലപിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മൾ സാധാരണ ഖുർആന്റെ 88-ാം അധ്യായത്തിൽ സൂറത്ത് ഗാശിയയിൽ നമ്മൾ വായിക്കുന്ന, വളരെ അള്ളാഹു കഠിനമായി ശിക്ഷിക്കാൻ തീരുമാനിച്ച് ആ വലിയ ശിക്ഷക്ക് മനുഷ്യനെ വിധേയമാക്കും എന്ന് 88-ലെ 24-ൽ പറഞ്ഞിടത്ത് അല്ലാഹു പറയുന്നുണ്ട്. എന്താണ്? ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. അള്ളാഹു പിന്നെ നിങ്ങളെ വിചാരണയ്ക്ക് വേണ്ടി, അവൻ നിങ്ങളുടെ വിചാരണക്കെടുത്ത് അവിടെ നിങ്ങൾ വരും. ആ ദിവസം അല്ലാഹു നിങ്ങളെ വിചാരണക്കെടുക്കും. ആ വിചാരണയെ കുറിച്ച് ഓർത്തിട്ട് ഉറങ്ങാതെ പോയ സ്വഹാബിമാര്, മഹാപണ്ഡിതന്മാര്, എന്തായിരിക്കും എന്റെ വിചാരണ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുമ്പോൾ ആളുകൾ വന്നിട്ട് അദ്ദേഹത്തിന്റെ മുഖം ഭയങ്കരമായ അസ്വസ്ഥത. ആളുകൾ ചോദിച്ചു, തൃപ്തികരമല്ലേ അബൂ ഹുറൈറ? ഈ ഞങ്ങളുടെ കൂട്ടത്തിൽ ജീവിക്കുന്നതിൽ ഏറ്റവും തൃപ്തികരമായി ജീവിച്ച ഒരാളല്ലേ നിങ്ങൾ? ഒരു പ്രവാചകനിൽ നിന്നുള്ളൊരു വചനം തനിക്ക് കേൾക്കാൻ പറ്റാതെ പോകുമോ എന്ന് വിചാരിച്ചിട്ട്, അങ്ങനെ ചിന്തിച്ചിട്ട്, അങ്ങനെ വിചാരിച്ചിട്ട് പട്ടിണി കിടന്ന് സഫിൽ ബോധരഹിതനായി വീണ ആളല്ലേ അബൂ ഹുറൈറ താങ്കൾ? അബ്ദുശംസ് എന്ന പേരിൽ ഷിർക്കിന്റെ പേര് സ്വീകരിച്ച് അബ്ദുറഹ്മാൻ എന്ന് നബി തിരുത്തി വിളിച്ച് സ്വർഗം കിട്ടുമെന്ന് ഉറപ്പുള്ളൊരു മനുഷ്യനല്ലേ നിങ്ങൾ? അപ്പൊ അബൂ ഹുറൈറ പറയാണ്, എൻ്റെ കയ്യിൽ ഖബറിലേക്കുള്ള എൻ്റെ യാത്ര തൊട്ടടുത്ത് നിൽക്കുകയാണ്, തൊട്ടടുത്ത് നിൽക്കുകയാണ്. എൻ്റെ കയ്യിലെ പാതേയമാകട്ടെ വളരെ കുറവും. എന്തായിരിക്കും അവിടെ എൻ്റെ വിചാരണ? ഇതാണ് അവരുടെയൊക്കെ മനസ്സിൽ. നമ്മുടേതോ എന്തു ആയിക്കോട്ടെ, അടിച്ചു പൊളിച്ച് കിട്ടുന്ന, അങ്ങനെയാണല്ലോ ഈ ജീവിതം. മുന്തിരിച്ചാറ് പോലുള്ള ജീവിതം ആസ്വദിച്ചു തീർക്കാനുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായി നമ്മൾ ഈ കാര്യത്തെ മനസ്സിലാക്കണം. രണ്ടാമത്തത്, അതേ അധ്യായത്തിന്റെ 19 മുതലുള്ള വാചകം അതിൽ പറയുന്ന, വലത്തെ കയ്യിൽ കിതാബ് നൽകപ്പെടുന്നു. എന്നിട്ട് ആ വ്യക്തി പറയാണ് ആളുകളോട്, ഇതാ നോക്ക്, എന്റെ മാർക്ക് നോക്ക്, എല്ലാത്തിലും A+ ആട്ടോ, നോക്കിക്കോ. നമ്മൾ കുട്ടികൾ പറയല്ലോ,
അതുപോലെ ആ വ്യക്തി പറയുന്നത് എന്താ നോക്ക്. എന്നിട്ട് ആ വ്യക്തി പറയുന്ന വിഷയമാണ്. അതാണ് രണ്ട് വിഭാഗമാണ്. ആ വ്യക്തി എന്താ പറയുന്നത്? ഇങ്ങനെ ഒരു ഹിസാബിനെ ഞാൻ പ്രതീക്ഷിക്കുകയും, ഇനി ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ, ഇങ്ങനെ ഒരു ഹിസാബിനെ ഞാൻ പ്രതീക്ഷിക്കുകയും അതുകൊണ്ട് അവിടെ എൻ്റെ അഖീദ ക്ലിയർ ആക്കുന്നതിൽ ഞാൻ ശ്രദ്ധിക്കുകയും എന്റെ അമലുകളിൽ ബിദ്അത്ത് വരാ. അതാണല്ലോ യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅതിഉ റസൂൽ വലാ തുബ്തിലു അഅമാലക്കും വലാ തുബ്തിലു അഅമാലക്കും. അമലുകൾ ബാത്തിലാകരുത്, അവിടെ ബിദ്അത്ത് വരരുത്. അവിടെ ബിദ്അത്ത് വന്നാൽ സുഹക്കൻ പൊയ്ക്കോ, ഇവിടെ ഒരു സ്ഥാനമില്ല. ഈസാ നബി അദ്ദേഹത്തിന്റെ അനുയായികളോട് പറയുന്ന മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വചനത്തിൽ ഇതേ കാര്യം മുത്തുനബി തൊപ്പിയിട്ട താടിയുള്ള നിസ്കാരത്തയമ്പുള്ള മനുഷ്യരോട് പറയും അത്രേ, ബിദ്അത്തിന്റെ അഹ്ലുകാരായിരുന്നു നിങ്ങൾ, പൊയ്ക്കോ. എത്ര ഭീകരമാണല്ലേ. എല്ലാ അമലും പൊളിഞ്ഞു പോകുന്ന ശിർക്ക് ചെയ്തിട്ട് പടച്ചവനെ കണ്ടുമുട്ടുന്നത് മരിക്കുമ്പോ പോലും. അതാണ് എനിക്ക് ഏറ്റവും അത്ഭുതം. ഈ അടുത്ത കാലത്തായി കേരളത്തിൽ നടക്കണ എന്താ, മരണവേളയിൽ മൊയ്തീൻ ശൈഖിനെ വിളിച്ചു മരിച്ചാൽ കാമിലായ ഈമാൻ കിട്ടുമെന്ന് ചോദിക്കുന്നിടത്തേക്ക് ഒരു ചോദ്യകർത്താവ് രൂപപ്പെടുകയും ചാടി എഴുന്നേറ്റ് തീർച്ചയായും കാമിലായ ഈമാൻ കിട്ടും മൊയ്തീൻ ശൈഖിനെ മരിക്കുമ്പോൾ വിളിച്ചാൽ എന്ന് പഠിപ്പിക്കുന്നിടത്തേക്ക് ഈ ഉമ്മത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഉമ്മത്തിന് എങ്ങനെ ഈ ഹിസാബിനെ നേരിടാൻ കഴിയും? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ അതിന്റെ ഗൗരവത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നാം ഓരോരുത്തരും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ശിർക്കിലായി കൊണ്ട് എന്നിട്ട് എല്ലാ ആർഭാടത്തോടെയും ഏത് ശിർക്കിലായി മരിച്ച മനുഷ്യന്റെ മയ്യത്ത് കട്ടിൽ പേറി പോകുന്ന എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനെതിരായി ജീവിച്ച ഏറ്റവും വലിയ ലാലിമായിരുന്നു ആ ശവമഞ്ചത്തിലുള്ള മനുഷ്യൻ. പക്ഷെ നമ്മുടെ കണ്ണിൽ ഓനാരാ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നടുക്കണ്ട. ചിന്തിക്കണം, ആലോചിക്കണം. ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ, ഈ മിമ്പറിൽ വെച്ച് പോരാ, നമ്മുടെ ദൈവത്ത് പോരാ. ഓരോ ദിവസവും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഒരു 3.5 കോടി മനുഷ്യരുള്ള കേരളത്തിന്റെ ശിർക്കും കുഫറും എത്രയാണ്? അതിന്റെ ആഴവും പരപ്പും എത്രയാണ്? അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കോടതിയിൽ അമ്മാമൻ ഖാഫ മഖാമ റബ്ബി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹിനെ പേടിക്കുക, അള്ളാഹിന്റെ വിചാരണയെ പേടിച്ചിട്ട് പടച്ചോനെ കണ്ടുമുട്ടുമല്ലോ. അങ്ങനെ വിചാരിച്ച ആളുകൾ നിങ്ങൾ നോക്കൂ, സൂറത്തു സബയിൽ അള്ളാഹു പറയുന്ന വളരെ പ്രധാനമായ കാര്യം എന്താ? വളരെ പ്രധാനമായ കാര്യം അവിടെ ആ ലോകത്ത് ഒരു വിചാരണ അതവര് പ്രതീക്ഷിച്ചിട്ടേയില്ല, അവരാഗ്രഹിച്ചിട്ടേയില്ല. 78-ാം അധ്യായത്തിൽ അല്ലാഹു അമ്മയത്ത് സാഅലൂൻ അനിന്നബഇൽ അദീം, ആ അധ്യായത്തിൽ അല്ലാഹു വിവരിക്കുന്നത് ഇങ്ങനൊരു വിചാരണയെ അവർ പ്രതീക്ഷിക്കുകയോ അതിനുവേണ്ടി ഒരുങ്ങുകയോ അതിനുവേണ്ടി തയ്യാറാവുകയോ ഒന്നും അവർ ചെയ്തിട്ടില്ല. സഹോദരങ്ങളെ, ഭീകരമായിരിക്കും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വരാനിരിക്കുന്ന റമദാൻ എനിക്ക് കിട്ടണേ എന്ന് ദുആ ചെയ്യാൻ, അതിൽ ഓരോ നിമിഷത്തിലെ ഇരട്ടി കൂലിയും എനിക്ക് കിട്ടണമെന്ന് വിചാരിക്കാൻ. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുതേ മക്കളെ എന്ന് ഇബ്രാഹിം നബി മക്കളോട് ഉപദേശിച്ച ആ ഭാഗമുണ്ടല്ലോ സൂറത്ത് ബഖറയിലെ 132, അത് മക്കളോട് ഉപദേശിക്കാനും മക്കളുടെ വസ്ത്രത്തിലും വേഷത്തിലും വിധാനത്തിലും ഭാര്യമാരുടെ ഇടപെടലിലും ജീവിത രീതികളിലും കച്ചവടത്തിലും സമ്പാദ്യത്തിലും നടത്തത്തിലും വരുത്തത്തിലും ഹറാമുകളിലേക്ക് മാടി വിളിക്കുന്ന ഈ ലോകത്ത് ഇതിനെയൊക്കെ നിയന്ത്രിച്ച് ഈ വിചാരണയെ ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും വലിയൊരു നഷ്ടമായിരിക്കും ഈ ജീവിതം. ദുനിയാവിലെ മറ്റെന്തും നമുക്ക് നഷ്ടപ്പെട്ടോട്ടെ, ഈമാൻ നഷ്ടപ്പെടുകയും കുഫറിലായി പോവുകയും ബിദ്അത്തിലായി പോവുകയും ചെയ്താൽ വ്യഭിചരിച്ചിട്ട് പോലും മനുഷ്യൻ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ജീവിതത്തിൽ ഒരിക്കലും സ്വർഗ്ഗരതിയിൽ ഏർപ്പെട്ടില്ല, ജീവിതത്തിൽ ഒരിക്കലും വ്യഭിചരിച്ചില്ല, ജീവിതത്തിൽ ഒരിക്കലും മദ്യപിച്ചില്ല, ജീവിതത്തിൽ ഒരിക്കലും അന്യായമായി കൊലപാതകം നടത്തിയില്ല, ജീവിതത്തിൽ ഒരിക്കലും പലിശയുമായി ബന്ധപ്പെട്ടില്ല. പക്ഷേ മൊയ്തീൻ ശൈഖിനെ അങ്ങേയറ്റം പടച്ചോനോട് ഉയർത്തി, സിയമടവൂരിനെ പടച്ചോനോട് ഉയർത്തി, മനസ്സിൽ റബ്ബിനോടുള്ളതിനേക്കാൾ വക്കാറത്ത് സിയമടവൂരിനോട് വെച്ച് പുലർത്തി, നാട്ടിൽ നടക്കുന്ന സകല ബിദ്അത്തുകളിലും തൊപ്പിയിട്ട് തന്നെ, നരാണിൻ്റെ മുകളിൽ തുണി ഉടുത്ത് തന്നെ, വെള്ളക്കുപ്പായമിട്ട് അത് ഫുൾക്കൈ വരെ ബട്ടൺ വരെ ഇട്ട് എല്ലാ ഈമാൻ്റെ അടയാളവും വെച്ച് സകല ബിദ്അത്തുകളിലും പങ്കെടുത്ത മനുഷ്യൻ നാട്ടിൽ തെണ്ടിയടന്ന് വ്യഭിചരിച്ചിട്ട് പരലോകത്തെത്തിയിട്ട് ആ വ്യഭിചാരി സ്വർഗത്ത് പോവുകയും ഈ സുന്നത്തിന്റെ നടുക്കണ്ടം എന്ന് സ്വയം വിചാരിച്ചോ നരകത്തിലേക്ക് കാട്ടിത്തെളിക്കപ്പെടുകയും ചെയ്യുന്നതിനെ കുറിച്ച് ഗൗരവമായി ഉമ്മത്ത് ആലോചിച്ചിട്ടുണ്ടോ? അതെത്രമേൽ ഭീകരമാണ് എന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ?
പള്ളിയിൽ നിന്ന് എഴുന്നേറ്റിട്ടേ ഇല്ല അയാൾ ഫുൾ ടൈം പള്ളിയിലാണ്. പക്ഷെ ബിദ്അത്തല്ലാത്തൊന്നും ആ പള്ളിയിൽ അയാൾ ചെയ്തിട്ടില്ല, ശിർക്കിന്റെ അംശങ്ങളല്ലാത്തൊന്നും അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ അയാൾ ഈ പറഞ്ഞ തിന്മയൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും അയാൾ നരകത്ത് പോകുന്ന ഭീകരതയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.